കീർഗംഗ ട്രക്കിംഗ്. ഹായ് മഡിയേഴ്സ്, ഞാൻ നിങ്ങൾ ജിജാസ്. നമ്മളിപ്പോൾ ഉള്ളത് ഹിമാചലിലെ കീർഗംഗയിലാണ്. നമ്മുടെ ഹിമാചൽ ട്രിപ്പിന്റെ 6ാമത്തെ ദിവസം ഉണ്ടാ. കീർഗംഗ ട്രക്കിംഗ് ആണ് ഇന്നത്തെ പരിപാടി. ഹിമാചലിലെ വൺ ഓഫ് ദ ബെസ്റ്റ് ട്രക്കിംഗ് ആണ്. ഇതേ ട്രക്കിംഗ് ഷൂസും ജാക്കറ്റും ഒന്നും ഇല്ലാണ്ട് ഒരു മച്ചാൻ പോകണ്ട. നമുക്ക് മുകളിലോട്ടുള്ള ഐറ്റംസ് ഒക്കെ കൊണ്ടുപോകണം. ഇങ്ങനെയാണ് കേട്ടോ. കീർഗംഗ ട്രക്കിംഗ് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് ബർഷയിൽ നിന്നാണ്. ഏകദേശം 13-14 കിലോമീറ്റർ ആണ് വൺ സൈഡ് വന്നത്. ട്രക്ക് ചെയ്ത് നമ്മൾ ഏകദേശം 13 അടി മുകളിലേക്കാണ് കയറുന്നത്. 5 മുതൽ 7 മണിക്കൂർ വരെ ഉണ്ടാ നമുക്ക് ടൈം എടുക്കുന്നത് വൺ സൈഡ് മുകളിലേക്ക് ടോപ്പിൽ എത്താൻ വേണ്ടിയായിട്ട്. ആദ്യമൊക്കെ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ട്രക്ക് ചെയ്ത് അങ്ങോട്ട് പോകാൻ തുടങ്ങിയിട്ട് ഒരു രക്ഷ ഉണ്ടാവില്ല. വ്യൂസ്, വെള്ളച്ചാട്ടങ്ങളും ഇതുപോലെ അരുവികളും കിട്ടിലും വ്യൂസ് ആണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ക്ഷീണവും തോന്നിയില്ല. നടന്നങ്ങനെ ഏകദേശം പകുതിയോളായി. നമ്മ ഒരു ചെറിയ സെറ്റിൽമെന്റിലാണ് നമ്മൾ ചെന്നേക്കണം. അപ്പോൾ ഇവിടെ നമ്മുടെ പിള്ളേർക്ക് ചെറിയൊരു കൂട്ടായി കിട്ടിയിട്ടാ. അവർ പെട്ടെന്ന് തന്നെ കമ്പനിയായി. അവന് പോകാനായിട്ട് ഇത്തിരി വിഷമം കേട്ടാ. वापस आएंगे ना, वो टाइम आएगा. ओके, कल वापस आएगा, वो टाइम आएगा. ओके बाय. എൻ്റെ മക്കൾ ഇങ്ങോട്ട് പോകുന്നത് അവന് ഭയങ്കര വിഷമം കേട്ടാ. വേറെ ഒന്നുമല്ല, ഇതുപോലെ പിള്ളേരൊന്നും അവൻ അങ്ങനെ അധികം കാണുന്നുണ്ടാവില്ല. ട്രക്കിങ്ങിനൊന്നും അധികം പിള്ളേരൊന്നും എന്തായാലും വരണ്ടാവില്ല. അങ്ങനെ കുറേ നേരത്തെ നടത്തിയതിന് ശേഷം ഏകദേശം ഞങ്ങൾ റിട്ടയറായപ്പോഴേക്കും നമ്മൾ ക്യാമ്പിലേക്ക് എത്തി. അപ്പോൾ ഇവിടെ ചെന്നപ്പോൾ ഫുൾ ഐറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു H20 ഇരിപ്പ് കണ്ടല്ല. പിള്ളേരൊക്കെ പക്ഷേ സെറ്റാണ് കേട്ടോ. ഞങ്ങൾ ടയേർഡായി ആക്ച്വലി. പക്ഷെ പിള്ളേരൊക്കെ നല്ല കിട്ടനായിട്ട് ഓടിച്ചാടി കയറി കേട്ടാ. അപ്പോൾ ഇന്നത്തെ രാത്രി നമ്മൾ സ്റ്റേ ഇവിടെയാണ്. നല്ല തണുപ്പൊക്കെ കേട്ടാ. ഫുഡും എത്തിയിട്ടുണ്ട്, ചോറും പരിപ്പും ഉരുളക്കിഴങ്ങും. അങ്ങനെ രാത്രി ഫുഡൊക്കെ അടിച്ച് കിടന്നുറങ്ങി. ഒട്ടുക്കത്തെ തണുപ്പാർന്ന്. നമ്മൾ കിടന്നുറങ്ങിയ ടെന്റ്, നമ്മുടെ ടെന്റ് താണ്ട. നമ്മുടെ ടെന്റിൽ നിന്നുള്ള കാഴ്ചയും കൂടി നമുക്കൊന്ന് കണ്ടാല. ഒരു രക്ഷയില്ല മക്കളെ. കിട്ടിലോസ്കി എന്ന് പറഞ്ഞാൽ കിട്ടിലോസ്കി. ഇത്രയും നടന്ന് കഷ്ടപ്പെട്ട് കയറിയതിന്റെ റിസൾട്ട് ഇപ്പോഴാണ് കിട്ടിയത്. ഒരു രക്ഷയില്ലാത്ത വ്യൂ. പക്ഷേ ഹിമാചലൊക്കെ വിസിറ്റ് ചെയ്യുമ്പോൾ അപ്പോൾ കീർഗംഗ ട്രക്കിംഗ് മറക്കണ്ട, മസ്റ്റ് ട്രൈ. കിടിലോസ്കി.